ഹലോ, എല്ലാവർക്കും മല്ലു ലൈഫ് ഇൻ ചൈനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ചിൻഷാൻഹു വാട്ടർ പാർക്കിലെ കാഴ്ചകളാണ്. ഈ വാട്ടർ പാർക്കിന്റെ ഒരു വീഡിയോ ഈ ചാനലിന്റെ തന്നെ തുടക്കത്തിൽ ഞങ്ങൾ ഇട്ടിരുന്നു. പക്ഷെ അത് അത്ര ക്ലിയർ അല്ലാത്തത് കൊണ്ട് അന്ന് അത്രയ്ക്കും നല്ല ഒരു വീഡിയോ അല്ലായിരുന്നു അത്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഞങ്ങൾ ആ സ്ഥലത്ത് തന്നെ പോയിട്ട് അത്രയ്ക്ക് അതിമനോഹരമായ ഒരു സ്ഥലമായതുകൊണ്ട് വീണ്ടും ഞങ്ങൾ അവിടെ പോയി അതൊന്നുകൂടി വീഡിയോ എടുത്തിടാമെന്ന് വിചാരിച്ച് ഞങ്ങൾ എടുത്ത വീഡിയോയാണിത്. അപ്പോൾ അവിടെ നിറയെ പക്ഷികളുടെ ഡീറ്റെയിൽ ആയിട്ടെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ഉണ്ടെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്കത് കാണാനൊന്നും സാധിച്ചില്ല. മാനുകളുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടെന്ന് അവർ പറഞ്ഞിരുന്നു. അപ്പോൾ അതെല്ലാം കണ്ട് ഞങ്ങൾ മുന്നോട്ട് നടക്കുമായിരുന്നു. വളരെ അതിമനോഹരമായ ഒരു കാഴ്ചയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നിറയെ പൈൻ മരങ്ങളും പായലുകൾ നടുക്കായിട്ട് ഒരുപാട് പൈൻ മരങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് അത് കാണാനായിട്ടും. അപ്പോൾ അവിടെ ഒരുപാട് ഷൂട്ടിങ്ങുകളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അത്. അപ്പോൾ അന്നും നല്ല തിരക്കുണ്ടായിരുന്നു. ഒരു സൺഡേ ആയിരുന്നു ഞങ്ങൾ പോയത്. ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ടായിരുന്നു പോയത്. അപ്പോൾ അവിടെ ഒരുപാട് തിരക്കുണ്ടായിരുന്നു. സൺഡേ ആയതുകൊണ്ടായിരിക്കാം അത്രയ്ക്കും തിരക്കായിരുന്നു അവിടെ. അങ്ങനെ ഞങ്ങൾ അതിലൂടെ എല്ലാ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ പോകുന്ന വഴികളിൽ ഞങ്ങൾ ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തെടുത്താണ് പോയത്. ഒരുപാട് ആളുകൾ അവിടെ നിന്ന് അതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നതും കാണാമായിരുന്നു. അങ്ങനെ ഞങ്ങളതെല്ലാം കണ്ട് ഞങ്ങൾ മുന്നോട്ട് നടക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ നിങ്ങൾ ഇവിടെ ചൈനയിൽ വരുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ഈ പ്ലേസ് ഒന്ന് മസ്റ്റായിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു പ്ലേസാണ് കേട്ടോ. അത്രയ്ക്കും അതിമനോഹരമായ കാഴ്ചകളാണ് അവിടെ ഉള്ളത്. വരുന്നുണ്ടെങ്കിൽ ഒന്ന് ഇവിടേക്കൊന്ന് വന്ന് കണ്ടിട്ട് പോകാൻ ശ്രമിക്കുക. ഇതിൻ്റെ ഭംഗിയെക്കുറിച്ച് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കേണ്ടതാണ്. നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭംഗിയാണത്. എനിക്ക് ഇപ്പോൾ 2-3 പ്രാവശ്യം ഞങ്ങൾ പോകുന്നത്. അത്രയ്ക്കും മനോഹരമായ കാഴ്ചകളായതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും അവിടെ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് ഞങ്ങൾ ഫുഡൊക്കെ ആയിട്ടായിരുന്നു കേട്ടോ പോയത്. ഇവിടുന്ന് 2-3 ഫാമിലി ആയിട്ട് പോയത് കൊണ്ട് തന്നെ ഫുഡ് എല്ലാവരും കരുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിനി ഫുഡ് കഴിക്കാനായിട്ടൊരു പ്ലേസ് ഒക്കെ നോക്കിക്കൊണ്ട് നടക്കുവാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ബോട്ടിങ്ങിനൊക്കെ പോകണം ഞങ്ങൾക്ക്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പോകാമെന്ന് കരുതി ഞങ്ങൾ അതിനുള്ളൊരു സ്ഥലം നോക്കി നടക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് നടന്നപ്പോൾ അവിടെ ഒരു റെസ്റ്റോറൻറ്റ് പോലത്തെ ഒരു സ്ഥലമൊക്കെ കണ്ടു കേട്ടോ. അവിടെ ഒരുപാട് ആളുകൾ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ അതിന് സൈഡിലായിട്ട് ഒരുപാട് ചെയറുകളും ആൾക്കാർക്ക് ഇരിക്കാനായിട്ടുള്ള ഭാഗത്തിന് പിള്ളേർക്ക് കളിക്കാനായിട്ട് ചെറിയൊരു പാർക്കും ഒക്കെ അവിടെ ഒരു ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ പിള്ളേർക്കാണെങ്കിലും അവിടെ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ചു നേരം കളിക്കുകയൊക്കെ ചെയ്യാം. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലം ഞങ്ങൾ കണ്ടെത്തി അവിടെ തന്നെ. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് അവിടെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ആളുകൾ അവിടെ കിടന്ന് ഉറങ്ങുന്നുമുണ്ട് കേട്ടോ. അതിനൊക്കെ ഉള്ള എല്ലാ സ്ഥലങ്ങളും സൗകര്യവും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ ചെന്ന് ഞങ്ങൾക്ക് ഇരിക്കാനുള്ള സ്ഥലമെല്ലാം ഞങ്ങൾ കണ്ടുപിടിച്ചതിന് ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാനായിട്ട് അങ്ങനെ തുടങ്ങുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കൊണ്ടുപോയ ഫുഡെല്ലാം ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് അത് നല്ലൊരു സന്തോഷകരമായൊരു
നിമിഷമാണ്. അങ്ങനെ എല്ലാവരും കൂടെ പോയിരുന്ന് ഫുഡെല്ലാം കൊണ്ടുപോയി എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുക എന്നുള്ളത് തന്നെ, അതിങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലത്തൊക്കെ പോയിട്ട് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തൊക്കെ പോയിരുന്ന് കഴിക്കുക എന്നുള്ളത് വളരെ സന്തോഷമായൊരു കാര്യമാണ്. അപ്പം അതെല്ലാം കഴിച്ചതിന് ശേഷം വീണ്ടും ഞങ്ങൾ ഇനി പോകുന്നത്, അവിടെ കുറച്ച് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ കൂടെയുള്ള കുട്ടികളൊക്കെ അവിടെ കുറച്ച് നേരം അവർ കളിക്കുകയെല്ലാം ചെയ്തു. അതിനുശേഷം ഞങ്ങൾ വീണ്ടും ബോട്ടിങ്ങിന് പോകാനുള്ള ഒരു ശ്രമത്തിലാണ്. കുട്ടികളെയൊക്കെ വിളിച്ച് ഞങ്ങൾ വീണ്ടും ബോട്ടിങ്ങിന് പോകുന്നതിനായിട്ട്, കയാക്കിംഗ് ഒക്കെ ഉണ്ട് അവിടെ. അത് കുട്ടികളെയും കയറ്റുന്നതിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കുട്ടികൾക്ക് അവിടെ ഒരു നിയന്ത്രണങ്ങൾ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾക്ക് കുട്ടികളെയും കൊണ്ടുപോകാമായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ ബോട്ടിങ്ങിന് പോകുവാനായിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ടിക്കറ്റ് കൗണ്ടറിലേക്ക് ഞങ്ങൾ നീങ്ങുന്നു. അപ്പോൾ അവിടെ ഒരാൾക്ക് നമ്മുടെ നാട്ടിലെ രീതി അനുസരിച്ച് 1500 രൂപയോളാകും. അപ്പോൾ അങ്ങനെ കുട്ടികളാണെങ്കിൽ, കുട്ടികളെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഒരു ബോട്ടിൽ 3 പേരെ അങ്ങനെ അവർ അലോ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ബോട്ടിങ്ങിനെല്ലാം പോയി. ബോട്ടിങ്ങിന് പോയതിന് ശേഷം അവിടെ നിന്ന് അതിൻ്റെ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാം. അപ്പം അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്നും വീണ്ടും ഞങ്ങൾ ഓരോരോ കാഴ്ചകളായിട്ട് കാണുന്നതിന് ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവായിരുന്നു. ഒരുപാട് നടക്കാനും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ബോട്ടിങ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ കുറേ നേരം കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റത്തുള്ളൂ. അവിടെ നിന്ന് ഒരു മണിക്കൂറോളം അതിൻ്റെ ഉള്ളിൽ നമുക്ക് കറങ്ങി, ഇങ്ങനെ 1 മണിക്കൂറാണ് അവർ പറയുന്നത്. പക്ഷെ 1.5 മണിക്കൂർ 2 മണിക്കൂറോളം നമ്മളായാലും അവരൊന്നും പറയുന്നില്ല. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ എത്ര സമയം വേണമെങ്കിലും അവിടെ കറങ്ങി നടക്കാം. മിനിമം 1 മണിക്കൂർ എടുക്കും അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ കറങ്ങി പതുക്കെ പതുക്കെ നമുക്ക് എൻജോയ് ചെയ്ത് കറങ്ങി നടന്നു വരാനൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് മൊബൈലൊന്നും കയ്യിൽ ഞങ്ങൾ എടുത്തില്ലായിരുന്നു. അപ്പോൾ അത് പുറത്ത് തന്നെ വെച്ചിട്ട് പോയത് കൊണ്ട്, അപ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തു വന്നിരുന്നു. അങ്ങനെ ഞങ്ങളതെല്ലാം കഴിഞ്ഞ് തിരിച്ച് നടന്നപ്പോൾ അവിടെ മാനുകൾ നമ്മൾ കയറിയപ്പോൾ തന്നെ അവിടെ വച്ചിട്ടുണ്ടായിരുന്നു. മാനുകളൊക്കെ ഉണ്ടെന്ന് അവർ പറഞ്ഞിരുന്നു. ഞങ്ങൾക്ക് മാനുകളെയൊക്കെ കാണാൻ സാധിച്ചു. പക്ഷികളെ ഒന്നും കണ്ടില്ലെങ്കിലും മാനുകളെ കണ്ടു. അങ്ങനെ അതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് ഓരോരോ കാഴ്ചകളായിട്ട് കണ്ട് ഞങ്ങൾ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ കാണുന്നതാണ് മാനുകൾ, അങ്ങനെ സൂവിലൊക്കെ പോയി. അങ്ങനെ പ്രത്യേകിച്ചൊരു വലിയ ഇതായിട്ടല്ല എങ്കിലും നമുക്ക് അവിടെ ചെന്നപ്പോൾ ഇതൊക്കെ കാണാൻ പറ്റി എന്ന് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.